السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ അനുഷ്ഠാന ഭാഗത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ നമ്മൾ ഷഹാദത്ത് ആണ് വിശദീകരിച്ചത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം നമസ്കാരം വിജയത്തിലേക്കുള്ള കവാടം എന്നതാണ്. നമ്മളൊക്കെ ഒരുപാട് കാലമായി നിസ്കാരം തുടങ്ങിയിട്ടുള്ള മനുഷ്യന്മാരാണ്, നിസ്കരിക്കുന്നവരാണ്. എങ്കിൽ കൂടി നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടെ ഒരു നല്ല ബോധം നമുക്കുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ എടുക്കുന്ന ഭാഗം പഠിച്ചു പോകാം. അപ്പൊ നമസ്കാരത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളത് നമസ്കാരമാണ്. അതുപോലെ തന്നെ പരാജയത്തിനും കാരണം നമസ്കാരമാണ്. നോക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സൂറത്ത് മുഅ്മിനൂനിന്റെ തുടക്കം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയം വരിച്ചു. അപ്പോൾ മുഅ്മിനുകൾ വിജയം വരിച്ചിരിക്കുന്നു. സംസാരം ഒഴിവാക്കണമെന്ന് സംസാരം വരുന്നുണ്ടല്ലോ. അപ്പൊ മുഅ്മിനുകൾ വിജയം വരിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞപ്പോ അത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാകുന്നു എന്നതാണ് കാരണമായി പറഞ്ഞത്. ഇതുപോലെ തന്നെ സൂറത്ത് മുദ്ദസ്സിർ, മാ സലകകും ഫീ സഖർ, അതായത് സ്വർഗവാസികളായ ആളുകൾ അവരിങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഈ ലോകത്തുണ്ടായിരുന്ന പലരും ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ട് കാണില്ല. അപ്പൊ അവര് പറയും, അവരിങ്ങനെ കൂടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നരകത്തിലൊന്ന് പോയി നോക്കുക, ചിലപ്പോൾ അവരവിടെ ഉണ്ടെങ്കിലും. അപ്പൊ അവര് നരകത്തിന്റെ മധ്യത്തിലായിട്ട് അവരിങ്ങനെ കാണണം. അപ്പൊ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാ സലകകും ഫീ സഖർ, നിങ്ങളെ നരകത്തിൽ, സഖർ എന്നുള്ളത് നരകത്തിന്റെ പേരാണ്, നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പൊ ഖാലു, അവര് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്ന കാരണം ഖാലു ലനകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വിജയത്തിന് കാരണം അത് നമസ്കാരമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് നമസ്കാരം ഉപേക്ഷിച്ചതാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഗൗരവം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ വിജയത്തിനും അതുപോലെ തന്നെ പരാജയത്തിനും നിദാനമാകുന്ന ഒരു സംഗതിയാണ്. ശരി, നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് നിസ്കാരം എന്നറിയാം. അസ്വലാ, സ്വലാത്ത്, ആ പദത്തിന്റെ അർത്ഥം ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ എന്നാണ്. മനസ്സിലായ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ
ദുആ എന്നാണ് പ്രാർത്ഥന എന്ന് നമ്മൾ അർത്ഥം കൊടുക്കുന്ന അദ്ദുആ എന്നാണ് സ്വലാത്തിന്റെ അർത്ഥം. ഖുർആൻ ആ സ്വലാത്ത് എന്നുള്ളത് പദം പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. വസ്വല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനും ലഹും എന്ന് പറഞ്ഞത്. വസ്വല്ലി അലൈഹിം, നീ അവരുടെ മേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക സകനും ലഹും, തീർച്ചയായും നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തത ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഐ ഉദ്ഉ ലഹും എന്നാണ് അവിടെ അർത്ഥം. മനസ്സിലായി? അതുപോലെ തന്നെ ഇദാ ദുഇയ അഹദുകും ഫൽയുജിബ് ഫഇൻ കാന സ്വായിമൻ ഫൽയുസല്ലി വഇൻ കാന മുഫ്തിറൻ ഫൽയുതഅം. ഇപ്പോ ഒരാളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോൾ ഉള്ള ഒരു സംഗതി റസൂൽ പറഞ്ഞപ്പോൾ, ഇദാ ദുഇയ അഹദുകും, നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സദ്യക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫൽയുജിബ്, നിങ്ങൾ അതിന് ഉത്തരം നൽകണം. ഇനി ഫഇൻ കാന സ്വായിമൻ, ഇപ്പൊ നമ്മൾ നോമ്പുകാരനായി കൊടുക്കുന്ന അവസ്ഥയിലാണ് ഒരാൾ നമ്മളൊരു കാര്യത്തിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ വേണ്ടത്? ഫൽയുസല്ലി, അപ്പോൾ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്നല്ല അവിടെ. വഇൻ കാന മുഫ്തിറൻ ഫൽയുതഅം, ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുകയും വേണം. അപ്പോ ഇത് പരിചയപ്പെടുത്തി തിന്നെടുത്ത് ആ പദം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, പ്രാർത്ഥന എന്നാണ്. അപ്പൊ ഖുർആനിൽ ഹദീസിൽ സ്വലാത്ത് എന്നത് പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ തന്നെ പ്രയോഗിച്ച രണ്ട് ഭാഗങ്ങൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തെളിവായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി, ഇനി എന്താണ് നമസ്കാരം? ഭാഷാപരമായിട്ടുള്ള അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇസ്തിലാഹിയായിട്ട്, സാങ്കേതികമായിട്ട് അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ അറബി പദങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, എന്നാലും ഇങ്ങനെ അറിയണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയണം. ഇബാദത്തുൻ ലില്ലാഹി ദാത്ത് അഖ്വാൽ വഅഫ്ആൽ മഅലൂമ മഖ്സൂസ മുഫത്തഹത്തുൻ ബിത്തക്ബീർ മുഖ്തമത്തുൻ ബിത്തസ്ലീം വസുമ്മിയത് സ്വലാത്ത് ലിഇജ്തിമാലിഹാ അലാ ദുആ. അതായത് അല്ലാഹുവിനുള്ള ഇബാദത്ത്, അത് ചില വാക്കുകൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, അപ്പൊ അറിയപ്പെടുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ അത് തുടങ്ങുന്നത് തക്ബീർ കൊണ്ട് അവസാനിക്കുന്നത് തസ്ലീം കൊണ്ട്, സലാം. അപ്പൊ സലാം കൊണ്ട് തുടങ്ങുകയും അതുപോലെ തക്ബീർ കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇബാദത്താണ്, അല്ലേ? അപ്പൊ വാക്കും പ്രവർത്തനങ്ങളും ഒക്കെ അതിലുണ്ട്. ഈ നമസ്കാരം എന്നുള്ളതിന് സ്വലാത്ത് എന്നുള്ളത് പ്രത്യേകമായ പേര്, ദുആ എന്നുള്ള പ്രത്യേകമായ പേര് വരാൻ കാരണം ദുആ, ധാരാളം പ്രാർത്ഥനകളാണ് നിസ്കാരത്തിലുടനീളമുള്ളത്, അതുകൊണ്ടാണ്. അപ്പൊ സാധാരണ നിലയിൽ എന്താണ് നിസ്കാരം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളൂ നമുക്കറിയാം. ഇനി എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് എന്തിന് നിസ്കരിക്കണം, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം, വെറുതെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്, അത് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ അത് പഠിച്ചിരിക്കുക, കേട്ടിരിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ കേട്ടുപോകുന്നല്ല വേണ്ടത്, പഠിച്ചിരിക്കുക. അപ്പൊ എന്തിനു നിസ്കരിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തരം, നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ എന്തിനാണ് അള്ളാഹിനെ ഓർക്കേണ്ടത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്തിന് അള്ളാഹിനെ എന്തിനാണ് ഓർക്കേണ്ടത്? അപ്പൊ ഓർക്കേണ്ടുന്ന സംഗതികൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിരന്തരമായി നമ്മളതിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷ നാളെ മറ്റന്നാളൊക്കെ ഉള്ള ആ പരീക്ഷയ്ക്ക് ഗൗരവം കൊടുക്കുന്ന ആളാണ്. വലിയ ആക്കുന്നവരുണ്ടാവും, അപ്പോൾ വലിയ കാര്യമില്ല. അതല്ലാതെ പരീക്ഷയ്ക്ക് ഗൗരവം കൊടുക്കുന്ന ഒരാളുടെ മനസ്സിൽ ആ ഒരു 2-3 ദിവസം നിരന്തരമായി അവന്റെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഏതാണ്? ഏറ്റവും കൂടുതൽ ഉണ്ടാകുക നിസ്കാരത്തെ പറ്റി,
ആ ഒരു പരീക്ഷയെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. ഇതുപോലെ നമ്മളെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നൽകുകയും ചെയ്ത പടച്ച തമ്പുരാനാണ്. ആ ഒരു പടച്ച തമ്പുരാനെ ഓർക്കുക എന്നുള്ളത് അവന്റെ അടിമകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോ ആ റബ്ബിനെ ഓർക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്ന് പറയുന്നത്. സൂറത്തു ത്വാഹയിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക. മനസ്സിലായോ? അപ്പോ നിസ്കാരം എന്തിനായിരിക്കണം? അള്ളാഹുവിനെ ഓർക്കാനാണ്. അപ്പോ എന്തിനു നിസ്കരിക്കണം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഓർക്കാൻ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി പോരാ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാം. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത്. അപ്പൊ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വരും. ആ ഓർമ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരും. അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടത്? അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് നമസ്കാരം. നോക്കാം, നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഹദീസാണ് അതിന് തെളിവായിട്ട് കൊടുക്കുന്നത്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ അലാ ഇൻതഫഖത് ഖദമാ ഫഖീല ലഹു അതകല്ലഫു ഹാദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഫഖാല അഫലാ അകൂനു അബ്ദൻ ശുക്കൂറാ. അതിന് സമാനമായ മറ്റൊരു ഹദീസ് അവിടെ കൊടുത്തു എന്നുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിച്ച് സുദീർഘമായി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് കെട്ടുമാർ, അല്ലേ? അത്രയും സുദീർഘമായി നമസ്കരിച്ചു. അപ്പൊ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ, അതകല്ലഫു ഹാദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാണ് റസൂൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരല്ലേ, അപ്പൊ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് അത് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോ റസൂൽ കൊടുക്കുന്ന ഒരു മറുപടി എന്താ? അഫലാ അകൂനു അബ്ദൻ ശുക്കൂറാ, അപ്പൊ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അപ്പൊ എന്താണ്? എന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി നന്ദി കാണിക്കണ്ടേ? ഞാൻ ഒരുപാട് നിസ്കരിച്ചു. അപ്പോ അള്ളാഹുവിന് നന്ദി കാണിക്കാനാണ് നമ്മൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു രൂപമാണ്. അതാണല്ലോ ഇപ്പോ റമദാൻ മാസം, അല്ലേ? നന്ദി കാണിക്കുന്ന ഒരുപാട് രൂപങ്ങളുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അപ്പൊ റമദാൻ മാസത്തിൽ ആ ഖുർആൻ ഇറങ്ങി എന്നുള്ള മഹാ അത്ഭുതം അല്ലെങ്കിൽ മഹാ അനുഗ്രഹം, ആ അനുഗ്രഹം നമുക്ക് കിട്ടിയത് കൊണ്ട് ആ ഒരു മാസം മുഴുവൻ നമ്മൾ ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് നന്ദി കാണിക്കണം. നോമ്പും നിസ്കാരവും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും ഇതെല്ലാം നൽകി നമ്മൾ നന്ദി കാണിക്കണം. അപ്പൊ ഒരു സംഗതി കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇപ്പോ ഒരു അനുഗ്രഹം ലഭിച്ചു, അല്ലേ? ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായും ആ അനുഗ്രഹത്തിന് നന്ദി എന്നുള്ള നിലയിൽ നമ്മൾക്ക് നിസ്കരിക്കാം. അതുപോലെ തന്നെ സുജൂദ്, അനുഗ്രഹത്തിന്റെ സുജൂദ് ഒക്കെ വേറെ പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. അനുഗ്രഹത്തിന്റെ സുജൂദ് നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ശരി. നിസ്കരിക്കാന്ന് പറഞ്ഞാൽ നിസ്കാരം വർദ്ധിപ്പിച്ചാൽ മതി. പുതിയ സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരം നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ ചിലപ്പോൾ നമ്മൾ പലതും സുന്നത്ത് നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾ ഉപേക്ഷ വരുത്തുകയും ചെയ്യും, ഒഴിവാക്കുക. അപ്പോൾ ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ നമ്മൾ അപ്പോൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ആ നിലയിൽ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാവുന്നതാണ് എന്നത്. ശരി. ഇനി നമസ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ പഠിച്ചു. നമസ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ പഠിച്ചത് ഓർമ്മണ്ടല്ലോ, അല്ലെ? എന്താണ് നമസ്കാരം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗൗരവപൂർണമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് നിസ്കാരം എന്ന് പഠിച്ചു,
എന്തിനു വേണ്ടിയിട്ടാണ് നമസ്കാരം എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് നമസ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഗുണം അറിഞ്ഞിരിക്കണം അല്ലെ. ഒന്ന്, ഇഹലോക ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവുന്നതാണ് നമസ്കാരത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഗുണം. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു സമാധാനമില്ല, സമാധാനം ഇല്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു നിസ്കാരം കൊണ്ട് ചിലപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെയോ സമാധാനം ലഭിക്കാൻ തക്ക രൂപത്തിലായിരിക്കണം നമ്മുടെ നിസ്കാരം. അല്ല നിസ്കരിച്ചോണ്ട് സമാധാനം പറഞ്ഞത് മനസ്സിലാക്കാം, ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കാം. നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ സമാധാനം ലഭിക്കാൻ തക്ക രൂപത്തിൽ നമ്മൾ നിസ്കാരത്തെ പരിവർത്തിപ്പിച്ചിരിക്കണം. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. തീർച്ചയായും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാണ്. എന്താണ് പറഞ്ഞത്? നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അപ്പൊ നിസ്കാരത്തിന്റെ ഗുണം പറഞ്ഞതിനാണ് ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകും. അപ്പൊ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം നൽകും എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പ് നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ കൂടുതൽ വാക്കിനെ കൂടുതൽ നേരെ നിലനിർത്തുന്നതുമാണ്. വാക്കിനെ കൂടുതൽ നേരെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ നമ്മൾ പല വാക്കുകളും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും നമ്മൾ സ്വയം എടുക്കാറ്. പക്ഷെ ആ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ നടപ്പിലാക്കും. അതുപോലെ തന്നെ അതിങ്ങനെ ഇല്ലാതായി പോയി. അതായത് നിങ്ങൾ രാത്രിയിൽ നിസ്കരിച്ച് ആ രാത്രിയുള്ള നിസ്കാരം ശീലമാക്കി എന്നിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ഇങ്ങനെ എല്ലാ ദിവസവും ആവർത്തിച്ചു നോക്കും. നമ്മുടെ തീരുമാനം അതിങ്ങനെ അതിശക്തമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാനും നമുക്ക് സാധിക്കും. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് സമാധാനം. ഒരു സമാധാനം ഉണ്ടാകാൻ الذين آمنوا وتطمئن قلوبهم بذكر الله الذين آمنوا സത്യവിശ്വാസികൾ وتطمئن قلوبهم بذكر الله അല്ലാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അല്ലാഹുവിനെ സ്മരിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിസ്കാരമാണ്. ആ നിസ്കാരം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ നിർവഹിച്ച് എന്നിട്ട് ആ നിസ്കാരത്തിന് ശേഷം മനസ്സറിഞ്ഞ് നമ്മൾ അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുക അല്ലാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ മനസ്സ് ശാന്തമാകുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ്. മനസ്സ് ശാന്തമാകുന്നില്ല. പിന്നെ മനസ്സ് ശാന്തമാകുന്നത് നമസ്കാരം പോലെയുള്ള അല്ലാഹുവിനെ സ്മരിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം അടങ്ങിയ ഇബാദത്ത് ശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്ത് എന്നിട്ട് നമ്മൾ അതിലപ്പുറമുള്ള ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അല്ലാഹുവോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നമ്മൾ അല്ലാഹുവുമായിട്ടുള്ള ആ സ്മരണ ഓർമ്മ ഇങ്ങനെ നിലനിർത്തുകയും പുതുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സമാധാനമാവും നമസ്കാരം ജീവിത വിശുദ്ധി നേടിത്തരും ആണ് രണ്ടാമത്. നമസ്കാരം ശ്രദ്ധയോടെ, കൃത്യതയോടെ, ഗൗരവത്തോടുകൂടെ ഒരാൾ നിർവഹിക്കുന്നു എന്ന് വിചാരിക്കും. നിൽക്കാതിരിക്കുക, നമസ്കാരത്തെ പറ്റി പറയും. നിൽക്കിരിക്കുക എന്നല്ല, നിൽക്കിരിക്കുക പഴമക്കാർ പറഞ്ഞു നിൽക്കിരിക്കുക. അപ്പൊ നമ്മൾ നമസ്കാരം നിൽക്കാതിരിക്കുക. ആ നിൽക്കാതിരിക്കുക എന്നുള്ള നിസ്കാരമാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗുണവും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കി തരും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം മ്ലേച്ഛമായ മോശം കാര്യങ്ങളിൽ നിന്നൊക്കെ തടയുന്നു.
അപ്പൊ ആ നിസ്കാരം തന്നെ നമ്മളെ തടയുന്ന ഒരു പരുവത്തിലേക്ക് റസൂൽ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞ സംഗതി ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ. ഒരു ഉദാഹരണം, സുന്ദരമായ ഉദാഹരണം റസൂൽ പറയാം. നമുക്കറിയാം നിങ്ങളുടെ വീടിന്റെ അടുത്തുകൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൂടി, എന്നിട്ട് നിങ്ങൾ അതിൽ 5 നേരം കുളിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാതാ തഖൂലു ദാലിക യുബ്ഖി മിൻ ദർനിഹി ഖാലു ലാ യുബ്ഖി മിൻ ദർനിഹി ശൈഅ. എന്താ പറയുന്നത്? നിങ്ങൾ അങ്ങനെ 5 നേരം നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാവും. എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞില്ല റസൂലുള്ളാഹി 5 നേരം അല്ലേ, 5 നേരം കുളിച്ചാൽ പിന്നെ എന്താ ഇരിക്കാണ്ടാകുക? അപ്രകാരമാണ് 5 നേരത്തെ നമസ്കാരം. അല്ലാഹു നിങ്ങളുടെ തിന്മകളൊക്കെ പുറത്തു തരും അതുവഴി. അപ്പൊ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ നമ്മുടെ തിന്മകൾ പുറത്തു കിട്ടുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ തിന്മകൾ വരാതെ തടുക്കുകയും ചെയ്യും. അപ്പൊ പുറത്തു കിട്ടുകയും ചെയ്യുന്നു, പുതിയത് വരാതെ തടുക്കുകയും ചെയ്യുന്നതിലേക്ക് നമസ്കാരം നമ്മളെ കൊണ്ടുവരും എന്നാണ്. ഇനി നമസ്കാരം ജീവിതത്തിൽ കൃത്യനിഷ്ഠത ഉണ്ടാക്കി തരുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കി തരാം? അങ്ങനെ 5 നേരത്തെ നമസ്കാരം കൂടി ഒറ്റ സമയം അടിച്ചു പിന്നുന്ന രൂപത്തിലുള്ള നമസ്കാരം, അല്ലെങ്കിൽ തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ ശുചിയാളുണ്ടാവും, അങ്ങനെയുള്ള കോലത്തിലൊരു വയത കോലത്തിലുള്ള നിസ്കാരമാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. എന്നാൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത പാലിച്ചുകൊണ്ട് അങ്ങനെ നിസ്കാരം ശീലമാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരത്തിൽ ഒരു കൃത്യനിഷ്ഠത ഉണ്ടാവും. അല്ലേ? നമ്മൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും അദ്ദേഹം പറയില്ല ഞാൻ മകനെ കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഗോഹർ കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം, അല്ലെങ്കിൽ അസർ കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം. കണ്ടിട്ടില്ലേ? അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അപ്പോ ജീവിതത്തിൽ ഒരു നമ്മളറിയാതെ ഒരു ടൈം ടേബിൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമസ്കാരം സമയബന്ധിതമായ രൂപത്തിലാണ്. കൃത്യമായ സമയം കാണുന്നത്. ആ കൃത്യമായ സമയം, അസറിന്, മകരിവിന്, അങ്ങനെ കൃത്യമായ സമയം. ഇതിനെല്ലാം കൂടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കണമായി എല്ലാം കൂടി ഏറ്റിട്ടുള്ള ഏർപ്പാട് പറ്റില്ല. മനസ്സിലായില്ലേ? ചില യാത്ര അതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ അതിൻ്റെതായ ചില മാറ്റങ്ങൾ അല്ല തന്നെ അല്ലെങ്കിൽ റസൂൽ തന്നെ നമുക്ക് വിശദീകരിച്ചു. അല്ലേ റസൂൽ വിശദീകരിച്ച് തന്നതിലും അപ്പുറമുള്ള മാറ്റമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലെ? അള്ളാഹുലും മറ്റേത് അതൊക്കെ പിന്നെ നമ്മളത് നമസ്കാരത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ കൂടുതലായിട്ട് പറയാം. ഏതായിരുന്നാലും നമസ്കാരം ജീവിതത്തിൽ കൃത്യനിഷ്ഠയുണ്ടാക്കി തരും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ അതുപോലെ തന്നെ 2 തരം നമസ്കാരം, 2 തരം നമസ്കാരം അത് നോക്കുക. മനസ്സിലായി? 2 തരം. അപ്പൊ നമ്മൾ എന്തിനായി 2 തരം നമസ്കാരം? നമ്മൾ ഏത് തരം ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കാനും പഠിക്കാനും വേണ്ടിയില്ല. ഒന്ന്, അള്ളാഹുവിനെ ഓർത്ത് ശ്രദ്ധയോടെ നിസ്കരിക്കുന്ന നിസ്കാരം. അള്ളാഹുവിനെ ഓർത്ത് ശ്രദ്ധയോടെ. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. മാഷാ അല്ലാഹ്. എന്താണ് പറഞ്ഞത്? വലദിക്റുല്ലാഹി അക്ബർ. അറിയുക, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. നിങ്ങളിങ്ങനെ 5 നേരം തലകുത്തി പറയുന്നതല്ല സംഗതി. അല്ലേ? 5 നേരത്തെ നിസ്കരിച്ചു, 5 നേരം ഞാൻ നിസ്കരിച്ചു എന്നുള്ള സമാധാനം ഉണ്ടായത്. പിന്നെയോ വലദിക്റുല്ലാഹി അക്ബർ. ആ 5 നേരം നിസ്കരിച്ചപ്പോ എത്രമാത്രം അള്ളാഹുവിനെ ഓർത്തു എന്നുള്ളതാണ് വലിയ കാര്യം. അള്ളാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ ചെയ്ത എന്താണെന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. നിങ്ങളുടെ നിസ്കാരത്തിന്റെ പോലെ എന്താണെന്നത് അള്ളാഹ്ക്ക് അറിയാം. പക്ഷേ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മയാണ് അക്ബറായിട്ടുണ്ടായത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ അക്ബറായിട്ട് വരേണ്ടത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പം ആളുകൾ അല്ലെങ്കിൽ ഇശാഖ് നിസ്കരിച്ചിരിക്കുന്ന ആളുകളാണ്, ആയിരിക്കും പിന്നെ യുഎഇയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളാണ്. അപ്പൊ അവിടെ നമ്മൾ ആ നിസ്കരിച്ചപ്പോ 3 റക്അത്ത് നിസ്കരിച്ചപ്പോ അതിൽ അക്ബറായി നിലകൊണ്ടത് അള്ളാഹുമായിട്ടുള്ള സ്മരണയാണോ ഓർമ്മയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. മനസ്സിലായി? വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇന്നൽ അബ്ദ,
ഒരടിമ അപ്പൊ ചില ആളെല്ലാവരും നമ്മളൊരു 10 ആൾ അല്ലെങ്കിൽ 100 ആൾ നിസ്കരിക്കുകയാണ് വിദ്യാർത്ഥി. അവരടിമ നിസ്കരിക്കുന്നു. അങ്ങനെ അടിമ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരാൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോ അവന് രേഖപ്പെടുത്തപ്പെടുന്നത് 10-1 കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 9-ൽ 8-1 7-1 ചിലപ്പോ അവൻ 5-1 അല്ലെങ്കിൽ 4-1 കിട്ടിയിട്ടുണ്ടാവും. സംസ്കാരത്തിൽ ഇത് ശ്രദ്ധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് പറയുന്നത്. ചിലപ്പോ 3-1 ചിലപ്പോ പകുതി അങ്ങനെയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും 10-1 അല്ല പോരേണ്ടത് അല്ലേ? നമ്മളിങ്ങനെ അതിന്റെ ആ ഒരു അവസാനം പറഞ്ഞതിലേക്ക് അത്രയും പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. 3-ലും 10-ലും ഇപ്പൊ 100 ആൾ നിസ്കരിച്ചപ്പോ ചില ആളുകൾ 10-ലും പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ 10-ലും ശ്രദ്ധ ലഭിക്കുന്ന രൂപത്തിലായിരിക്കും അവർ നിസ്കരിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ 9-ൽ 8-ൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറഞ്ഞത് അങ്ങനെ പലരും പല കോലത്തിലായിരിക്കും ഉണ്ടാകുക. ലൈസ ലക മിൻ സ്വലാത്തിക ഇല്ലാ മാ അഖൽത ബിഹാ, നിന്റെ നിസ്കാരത്തിൽ നിന്ന് നിനക്ക് അതിൽ എന്തുമാത്രം നിന്റെ അഖലുണ്ടായിരുന്നു അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ ശ്രദ്ധ എത്ര മാത്രമാണോ ഉള്ളത് അത്ര നിനക്ക് നിന്റെ നിസ്കാരത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. എന്നാൽ നിസ്കാരത്തിൽ നിന്ന് നമുക്ക് കൂലി കിട്ടുന്ന ഭാഗം എത്രയാണ്? എത്ര മാത്രം അഖൽ, നമ്മുടെ വൃത്തി, നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ ഉണ്ടായിരുന്നു അതിന് മാത്രമേ നിനക്ക് കൂലി കിട്ടുന്ന ഭാഗം. മനസ്സിലായത്? നമ്മൾ നിസ്കരിച്ചപ്പോ എത്രമാത്രം ശ്രദ്ധ ഉള്ള ഭാഗം ഉണ്ടായിട്ട് ഒരു റക്അത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് നിസ്കരിക്കണം എന്നുള്ള നിലയ്ക്ക് സൂറത്തിൽ നമ്മുടെ ഓതിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓതി. പിന്നെ ഫാത്തിഹയിലേക്ക് എത്തിയത് ഓർമ്മ ഉണ്ടോ ഇല്ലെന്നറിയില്ല, ആ കൊല്ലത്തിലായിട്ടുണ്ടാവും. അപ്പൊ നിസ്കാരത്തിൽ നമുക്ക് എത്ര കിട്ടിയത്? ആ ഒരു വജ്ജഹത്തെ കിട്ടിയിട്ടുള്ളൂ അല്ലെ? ചില ആളുകൾക്ക് ഫാത്തിഹയും കൂടി കിട്ടിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് റക്അത്ത് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ശ്രദ്ധയോട് കൂടിയിട്ടുള്ളതിന് അവർക്ക് കൂലിയുള്ളൂ. ചില ആളുകൾക്ക് 1 റക്അത്ത് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ 2 റക്അത്ത് കിട്ടിയിട്ടുണ്ടാവും, മുഴുവൻ കിട്ടിയവരും ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും ലൈസ ലക മിൻ സ്വലാത്തിക ഇല്ലാ മാ അഖൽത ബിഹാ, നിന്റെ അഖൽ എത്രത്തോളം ഉണ്ടായിരുന്നു അത്രേ നിനക്ക് നിന്റെ നിസ്കാരത്തിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂലി അത്രേ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. അപ്പൊ 2 തരം നിസ്കാരക്കാരാണുള്ളത്. ഒന്ന് അല്ലാഹുവിനെ ഓർത്ത് ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരക്കാർ. ആദ്യം പറഞ്ഞ ഈ ആളുകൾക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കുള്ളൂ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇനി 2 തരം നിസ്കാരക്കാരിൽ രണ്ടാമത്തെ വിഭാഗമാരാണ് അശ്രദ്ധയോടെ മടിയന്മാരായി നിസ്കരിക്കുന്ന ആളുകൾ. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا. സൂറത്ത് അൻ-നിസാ. وَإِذَا قَامُوا إِلَى الصَّلَاةِ, അവർ നിസ്കാരത്തിന് വേണ്ടി വരികയാണെങ്കിൽ قَامُوا كُسَالَى, മടിയന്മാരാണ്. يُرَاءُونَ النَّاسَ, ജനങ്ങളെ കാണിക്കാനാണ്. وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا, വളരെ കുറച്ചേ അവർ അതിൽ അപാരം നടക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ അങ്ങനല്ല, നിസ്കരിക്കാത്ത ആളാണെന്നൊക്കെ വിചാരിക്കുമോ അല്ലെങ്കിൽ അതാണെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നവരുണ്ടാവും. അപ്പൊ അതാണ് ജനങ്ങളെ കാണിക്കാൻ. അപ്പൊ അതാണ് വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, മടിയന്മാരായിട്ടാണ് വരിക എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിച്ചു. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون. കള്ള് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഭാഗമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിസ്കാരത്തിൽ വന്നാളെ കുഴപ്പം എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ രൂപത്തിലേക്കായിരിക്കും. അപ്പൊ ആ രൂപം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിസ്കരിക്കരുത്
എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാത്ത വിധമായി പോകും ലഹരി ബാധിച്ചാൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലഹരി ബാധിച്ചില്ലെങ്കിൽ തന്നെ എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊള്ളാം. മനസ്സിലായില്ലേ? അപ്പൊ ആ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാകാറുള്ളത്. അപ്പോ ഈ രണ്ട് തരം നിസ്കാരക്കാരിൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് ഗൗരവത്തോടു കൂടിയിട്ട് നമ്മൾ ആലോചിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. എന്താണ്? എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ശ്രദ്ധയോടെ കൂടിയിട്ട് നിസ്കരിക്കാം എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എങ്ങനെ നമുക്ക് ശ്രദ്ധയോ, അപ്പൊ അതിന്റെ ചില പ്രായോഗിക വശങ്ങൾ നമ്മൾ പറയും. അതുപോലെ തന്നെ ശ്രദ്ധയോടെ നിസ്കരിക്കാനുള്ള ഒരു പരിശീലനം, ഒരു പ്രായോഗികമായിട്ടുള്ള പരിശീലനം നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ നടത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്.